നമസ്കാരം. നടൻ പ്രകാശ് രാജ് മലയാളികൾക്ക് ഏവർക്കും പരിചിതനാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ചില നിയമ നടപടികളെക്കുറിച്ച് ഞാനും അനീഷയും തമ്മിലുള്ള ഒരു ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. ഒപ്പം തത്വമേ ന്യൂസ് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിൽ പലതവണയായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ജാമ്യമില്ലാ വാറണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു കേസിലുണ്ട് എന്നുള്ള വാർത്ത അദ്ദേഹം നിഷേധിക്കുകയും താൻ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പത്രക്കാരോട് പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഇതിനൊരു സ്ഥിരീകരണം ഒരു മാധ്യമങ്ങളും നൽകിയിരുന്നില്ല ഇന്ന് വരെ. പക്ഷേ ഇന്നത്തെ ദിവസം പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വാറണ്ടുണ്ട് എന്നുള്ള വാർത്ത സത്യമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ആ വാർത്തയുടെ ഒരു പിന്നാമ്പുറങ്ങളിലേക്കൊരു ചെറിയ കണ്ണോടിക്കൽ നടത്തുകയും ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുക്കുവാനുള്ള കാരണം, ഇത്തരത്തിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിപ്പിക്കുവാനുള്ള കാരണം 3 തവണ ബംഗളൂർ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിനൊരു കേസ് സംബന്ധിയായി സമൻസ് അയച്ചിട്ടും ഹാജരാകുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതിനെ തുടർന്നാണ്. എന്തിൻ്റെ പേരിലായിരുന്നു ഈ കേസ്? ആരാണ് ഈ കേസ് കൊടുത്തത്? സർക്കാരാണോ ഈ കേസ് എടുത്തത്? അല്ല, ഇതൊരു സ്വകാര്യ വ്യക്തി, ശേഷാദ്രിപുരം സ്വദേശിയായ കെ ദിലീപ് കുമാർ എന്നൊരു വ്യക്തി നൽകിയ സ്വകാര്യ ഹർജിയിന്മേലാണ് ഈ നടപടികളുണ്ടായത്, അന്വേഷണമുണ്ടായത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കെ ദിലീപ് കുമാർ കൊടുത്ത ഹർജി പ്രകാരം പ്രകാശ് രാജിന് 3 സംസ്ഥാനങ്ങളിലായിട്ട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് 4 വോട്ടർ ID കാർഡുകൾ ഉണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി. അദ്ദേഹം അത് സൂക്ഷിക്കുന്നു എന്നുള്ള പരാതിയായിരുന്നു കെ ദിലീപ് കുമാർ നൽകിയത്. അത് പ്രാഥമിക അന്വേഷണത്തിൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്ന് കോടതി സമൻസ് അയച്ചു. 3 തവണ സമൻസ് അയച്ചിട്ടും പ്രകാശ് രാജ് കോടതി മുമ്പാകെ ഹാജരാകുവാൻ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് ആയിരിക്കുന്നത്. ചിന്തിച്ച് നോക്കൂ, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ പ്രകാശ് രാജ് മേൽക്കോടതിയിൽ നിന്ന് ഈ അറസ്റ്റ് വാറണ്ട് റദ്ദ് ചെയ്യിപ്പിക്കുകയോ മുൻകൂർ ജാമ്യം സമ്പാദിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. കേസ് എന്തായാലും മുന്നോട്ട് പോകും. കുറച്ച് നീണ്ടകാലത്തെ ഒരു പ്രക്രിയയായിരിക്കും ഈ കേസിൻ്റെ വിചാരണ. അത് നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇത്തരത്തിലുള്ള 4 വോട്ടർ ID കയ്യിൽ വയ്ക്കുന്നു എന്നൊരു സാഹചര്യം നടൻ പ്രകാശ് രാജിനെ സംബന്ധിച്ച് വളരെ കൗതുകകരമാണ്. പ്രകാശ് രാജിനെ സംബന്ധിച്ച് പുറത്തുനിന്ന് കാണുന്നവർക്ക് കൗതുകകരമാണ് എന്ന് വേണം പറയാൻ. കാരണം ഇദ്ദേഹം SIR വന്നപ്പോൾ അതിനെ എതിർത്തിരുന്നു, ശക്തമായി എതിർത്തിരുന്നു. നരേന്ദ്രമോദി വോട്ടവകാശം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു, പലരുടെയും വോട്ടവകാശം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു, മുസ്ലിംസിനെ എല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീനപ്പിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ജസ്റ്റ് ആസ്കിങ് എന്നുള്ള ഹാഷ്ടാഗ് ഇട്ട് അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലിൽ, മുൻപ് ട്വിറ്ററായിരുന്ന എക്സ് ഹാൻഡിലിൽ നിരവധി ട്വീറ്റുകൾ അദ്ദേഹം ഇതിനെതിരെ ചെയ്യുകയും ലഭ്യമായ വേദികളിലെല്ലാം SIRനെതിരെ പ്രസംഗിക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം ഒരു പ്രഖ്യാപിത BJP മോദി വിരോധിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ധർമ്മസ്ഥലയെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളുണ്ട്. അതും ഇന്നലത്തെ ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു വിശദമായി തന്നെ. ഈ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ SIRനെ ഇദ്ദേഹം എതിർത്തിരുന്നത് എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നത്. കാരണം സ്വയം 4 വോട്ടർ ID സൂക്ഷിക്കുന്ന ഒരാൾ SIR വന്നു കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകില്ല എന്ന് ഉറപ്പൊന്നുമില്ല. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പ് തെളിവുകളോടുകൂടി പിടിക്കപ്പെടുകയും ചെയ്യും. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തിരുത്തലിന് അദ്ദേഹം തയ്യാറായാൽ, അതായത് SIRൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് പുറത്തായെന്ന് കരുതുക, അദ്ദേഹം അത് തിരുത്തുവാൻ വേണ്ടി സമർപ്പിക്കുന്ന രേഖകളിൽ ഏതൊക്കെയാണ് വ്യാജം, ഏതൊക്കെയാണ് യഥാർത്ഥമായത് എന്നുള്ളത് പരിശോധനയിൽ തെളിയിക്കപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ള വ്യാജ വോട്ടർ ID ഒരുപക്ഷെ എല്ലാം പുറത്തു വരികയും ചെയ്യുമെന്നുള്ളൊരു സാഹചര്യത്തെ ഭയന്നുകൂടിയായിരിക്കണം ഇദ്ദേഹം SIRനെ എതിർത്തത് എന്നാണ് വിമർശകർ പറയുന്നത്. SIRൻ്റെ കാര്യത്തിൽ മാത്രം മുഴുവനായി കാശ് വാങ്ങി ആരുടെയെങ്കിലും ജിഹ്വയായി ഇദ്ദേഹം പ്രവർത്തിച്ചതാകുവാനുള്ള സാധ്യത പകുതി മാത്രമേ ഉള്ളൂ. പകുതി കാശ് വാങ്ങി കാണും, ബാക്കി പകുതി ഫ്രീ ആയി ചെയ്തു കൊടുത്തതാകുമെന്നാണ് വിമർശകർ തമാശ പൂർവ്വം ഒരു അല്പം തമാശ കലർത്തി അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുന്ന പുതിയ ആരോപണം. പ്രകാശ് രാജിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനേതാവ് എന്നുള്ളതിനേക്കാൾ സ്വയം കരുതുന്നത് ഒരു ആക്ടിവിസ്റ്റായിട്ടാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടാണ്. സാമൂഹ്യ പ്രവർത്തകനാകാൻ അദ്ദേഹത്തിന് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ യോഗ്യതയാണ് ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ചുരുക്കി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയാം. ധർമ്മസ്ഥലയിൽ ഇല്ലാത്ത ശവശരീരങ്ങളുണ്ട് എന്ന് ചിന്നയ്യ എന്ന വ്യക്തി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രകാശ് രാജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ചിന്നയ്യ തന്നെ പറഞ്ഞതാണ്. കാരണം അത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണം ധർമ്മസ്ഥല പോലെ
കർണാടകത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച്, കർണാടകത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഭാരതത്തിലൊട്ടാകെ പ്രശസ്തി നേടിയതുമായിട്ടുള്ള ഒരു അമ്പലം, അമ്പലത്തിന് ചുറ്റുമുള്ള ധർമ്മശാലകൾ, ഇവയെല്ലാം മായി ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള ഹീനമായൊരു ആരോപണം വ്യാജമായി കെട്ടിച്ചമയ്ക്കുന്നതിൽ ചിന്നയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിൽ ഒരാൾ പ്രകാശ് രാജാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനം. അടിസ്ഥാനപരമായിട്ട് സനാതനധർമ്മത്തിനെതിരെ എന്ത് കള്ളപ്രചരണത്തിനും മുൻപിൽ നിൽക്കുക, സനാതനധർമ്മത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വേണ്ടി അവരുടെ വായ്പാട്ടുകാരനായി, വാടകവായായി പ്രവർത്തിക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും തനിക്ക് സിനിമാ താരമെന്നുള്ള നിലയിൽ ലഭിച്ച പ്രശസ്തിയെ ദുരുപയോഗം ചെയ്ത് തൻ്റെ അഭിപ്രായങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ എത്തിക്കുവാൻ ശ്രമിക്കുക. ആ അഭിപ്രായങ്ങൾ എന്താണെന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വിഷലിപ്തമായ ഇത്തരത്തിലുള്ള സനാതനധർമ്മത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ മാത്രമാണ് എന്ന് ഒന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഓടിച്ച് പെട്ടെന്ന് കണ്ണോടിക്കുന്ന ആർക്കും ബോധ്യമാകും. അതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലെ ക്രെഡൻഷ്യൽസ്. ആ ക്രെഡൻഷ്യൽസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം അനീതിക്കെതിരെ പോരാടുന്ന ഒരു പടവാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നത്, തൻ്റെ പ്രശസ്തിയിൽ അഭിരമിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, പിന്നെ കേരളത്തിൽ നിന്നാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയുടെ തോത് ഏതാണ്ട് ഉയർന്നു വരുന്ന തമിഴ്നാടിന് തുല്യമാവുകയോ തമിഴ്നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്തുണ കുറഞ്ഞ് കേരളത്തിൻ്റെ ഒപ്പം എത്തുകയോ ചെയ്തു. ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന പ്രമുഖ ശക്തി എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK ആയിരുന്നു. DMK നേരിട്ടല്ല, MK സ്റ്റാലിനോ ഉദയനിധി സ്റ്റാലിനോ ഒന്നും നേരിട്ടല്ല പ്രകാശ് രാജിനെ പിന്തുണച്ചിരുന്നത്. DMKയുടെ കൈക്കൂലികളായിട്ടുള്ള അല്ലെങ്കിൽ വായ്ത്താളം പാട്ടുകാരായിട്ടുള്ള സംവിധായകന്മാരും തിരക്കഥാകൃത്തുക്കളും നടന്മാരുമുണ്ട്. ഈ വെട്രിമാരൻ, പാരഞ്ജിത്തൊക്കെ ഞാൻ DMKക്ക് എതിരാണ്, ദളിത് ആക്ടിവിസ്റ്റാണെന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമകളിലെല്ലാം DMKയുടെ കൊടിയുടെ നിറങ്ങളായിരിക്കും നായകൻ്റെ വീടിനോ നായകൻ്റെ വസ്ത്രങ്ങൾക്കോ ഒക്കെ പശ്ചാത്തലമായും ചുറ്റുപറ്റും ഒക്കെ. മാരി സെൽവരാജിനെ പോലുള്ളവരുടെ കാര്യം പറയുകയും വേണ്ട. ഉദയനിധി സ്റ്റാലിനെ ഉയർത്തിക്കാട്ടുവാൻ മാമന്നൻ എന്നൊരു സിനിമ തന്നെ എടുത്ത് സമുദായത്തിൻ്റെ ഇടയിൽ, തമിഴ്നാട്ടിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ജാതി സ്പർദ്ധ വിതയ്ക്കുവാൻ ശ്രമിച്ച വ്യക്തിയാണ്, ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പാരഞ്ജിത്തിനെയും പ്രേക്ഷകർക്കറിയാവുന്ന വ്യക്തിയാണ്. കാരണം പായസം കുടിച്ചാലും പറയുന്ന പോലെ ജാതി നോക്കാതെ പായസത്തിൻ്റെ ജാതി വരെ നോക്കി പായസം കുടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവരുടെ എല്ലാം സമാനമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്, ഇവരുടെ എല്ലാം ഉള്ളിൽ ഉള്ള സമാനമായൊരു ആശയം എന്ന് പറയുന്നത് സനാതനധർമ്മ വിരോധമാണ്, ഹിന്ദുധർമ്മ വിരോധമാണ്. അത്തരത്തിലുള്ള ആളുകളാണ് പ്രകാശ് രാജിനെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സിനിമകളിൽ നേരിട്ട് പ്രകാശ് രാജിൻ്റെ റോളുകളൊന്നും കൊടുക്കില്ല. പക്ഷേ അതേസമയം കൊമേഴ്സ്യൽ സിനിമകളിൽ അവർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് സ്വാധീനമുള്ള കമ്പനികൾ, അല്ലെങ്കിൽ DMK ഭരണം നിലവിലിരുന്നപ്പോൾ റെഡ് ജയൻറ്റിന് സ്വാധീനമുള്ള സിനിമകളിൽ, വാണിജ്യ സിനിമകളിൽ പ്രകാശ് രാജിന് നിരന്തരമായി തമിഴിൽ റോളുകൾ ലഭിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ഇടക്കാലത്ത് ഈ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ്, ഇത്തരത്തിലുള്ള ഹീനമായ കൃത്യങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പ് തെലുങ്ക് സിനിമകളിലും ഹിന്ദി സിനിമകളിലും കുറച്ച് തിരക്കേറിയപ്പോൾ തമിഴ്നാട്ടിലെ അവസരങ്ങൾ അദ്ദേഹം തന്നെ ഒഴിവാക്കിയതായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വാസ്തവം നമ്മൾ തിരഞ്ഞു പോയാൽ ഈ DMKയുടെ പിന്തുണയോടുകൂടിയുള്ള ഈ അവസരങ്ങൾ ലഭിക്കലാണ് അദ്ദേഹത്തെ ഈ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള ഒരു ഭാവം എടുത്തണിയുവാൻ, അല്ലെങ്കിൽ ആ മുഖംമൂടി എടുത്തണിയുവാൻ പ്രേരിപ്പിച്ച ആദ്യത്തെ ഘടകം. പിന്നീടാണ് അദ്ദേഹം കൂടുതൽ രാജ്യവിരുദ്ധമായ, ഹിന്ദുവിരുദ്ധമായ ശക്തികളിലോട് അടുക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നതും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹിന്ദുവിരുദ്ധത എന്നുള്ളത് നിയമപൂർവ്വം നിരോധിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഹിന്ദു മതത്തെ അവഹേളിക്കുന്നത് നിയമപൂർവ്വം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിയമപൂർവ്വം തെറ്റാണെങ്കിൽ പോലും, എനിക്ക് ഹിന്ദുമതം ഇഷ്ടമല്ല എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. നിയമപരമായി ജനാധിപത്യപരമായ ഒരു രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് പോയി ചില പ്രവൃത്തികളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ധർമ്മസ്ഥല വെളിവാക്കുന്നുണ്ട്. അതും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ വ്യാജ വോട്ടർ ഐ.ഡികൾ, 4 വ്യാജ വോട്ടർ ഐ.ഡികളും ചേർത്ത് വായിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു തട്ടിപ്പുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭയാനകമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് സംശയിക്കേണ്ടി വരിക. ചിന്തിച്ചു നോക്കുക, ഇത്തരത്തിലുള്ള വ്യാജ ID കാർഡുകൾ ആർക്കാണ് ആവശ്യം? സമൂഹത്തിൽ സാധാ തട്ടിപ്പുകൾ നടത്തി, ആൾമാറാട്ടം നടത്തി ജീവിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യം വന്നേക്കാം. പ്രകാശ് രാജിന് എന്തായാലും അത്ര എളുപ്പത്തിൽ ആൾമാറാട്ടം നടത്തുവാൻ സാധിക്കില്ല.
പിന്നെ ഇത് ആവശ്യം വരുന്നത് വലിയ കള്ളക്കടത്തുകാർക്കും ഭീകരവാദികൾക്കുമാണ്. ഇതിലേതെങ്കിലും ശ്രേണിയിൽ പ്രകാശ് രാജ് പെടുമോ എന്ന് ചോദിച്ചാൽ സിനിമാ നടനായ അയാൾ അത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മുതിരുമോ എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് വീണ്ടും ധർമ്മസ്ഥല ഉത്തരമായി വരുന്നത്. ഏതെങ്കിലും സാമാന്യ ബോധമുള്ള ഒരു സിനിമാക്കാരൻ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിക്ക് മുതിരുമോ? ചിന്നയ്യ എന്ന വ്യാജ സാക്ഷിയോട് അത്തരത്തിലുള്ള വ്യാജമൊഴികൾ നൽകിയാൽ താൻ നേരിട്ട് വന്ന് കണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ച് ചിന്നയ്യയെ കെട്ടിപ്പിടിക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഫോണിലൂടെ നൽകുക, ഫോണിലൂടെ ചിന്നയ്യയുമായി താൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രകാശ് രാജ് തന്നെ സമ്മതിച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം വരുന്നത്. എന്തായാലും പ്രകാശ് രാജിൻ്റെ പേരിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെട്ട് കഴിഞ്ഞു. കർണാടക പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ, കോടതിക്ക് മുൻപിൽ ഹാജരാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേൽക്കോടതികളിൽ നിന്ന് മുൻകൂർ ജാമ്യം അദ്ദേഹം സംഘടിപ്പിച്ചേക്കാം. എന്തായാലും നിയമത്തിൻ്റെ വഴി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് എത്ര താമസം വന്നാലും പ്രകാശ് രാജിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വൃത്തികെട്ട ഒരു മുഖം പ്രകാശ് രാജിൻ്റേതായി നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരികയാണ്. സ്ക്രീനിൽ കണ്ട വില്ലനേക്കാളുമൊക്കെ അദ്ദേഹം അവതരിപ്പിച്ച ഏതൊരു വില്ലൻ കഥാപാത്രത്തെക്കാളും വൃത്തികെട്ട ഒരു വില്ലൻ്റെ മുഖം. ആ മുഖം ഒരല്പം ഭയാനകമാകുമോ എന്നുള്ള സംശയം, അല്പം കൂടുതൽ ഭയാനകമാകുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.